ഹായ് ഫ്രണ്ട്സ്, എംകോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് പാർട്ട് 7 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി പാർട്ട് 6 വരെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. ഇന്ന് പാർട്ട് 7 ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അമാൽഗമേഷൻ പ്രോബ്ലമാറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫ്രം ബേസ് മുതൽ വെരി അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് പ്രോബ്ലംസ് വി ഹാവ് ടു ഡിസ്കസ്. There are two methods of amalgamation. There is amalgamation is in the nature of merger and amalgamation is in the nature of purchase. Merger ഉപയോഗിക്കുന്ന മെത്തേഡാണ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്നും പർച്ചേസിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പർച്ചേസ് മെത്തേഡ് എന്നും. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 പ്രകാരമാണ് അമാൽഗമേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാറ്റിക്കൽ ആസ്പെക്ട്സും കാര്യങ്ങളും അമാൽഗമേഷനുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 ആണ്. ഞാൻ പറഞ്ഞു രണ്ട് കാറ്റഗറീസ് ഓഫ് amalgamation ഉണ്ട്. Amalgamation is in the nature of merger and purchase. Okay. What you mean by amalgamation is in the nature of merger? ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ amalgamation is in the nature of merger ആണോ പർച്ചേസ് ആണോ എന്ന് പറയില്ല. നമുക്കറിയാം, ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയും വൈ എന്ന് പറയുന്ന ഒരു കമ്പനിയും കൂടി ചേർന്നിട്ട് XY എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയായി ഫോം ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റും? അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മർജർ. ഇതിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, വൈ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി കൂടി ചേർന്നിട്ട് XY എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയായി ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റും? അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മർജർ. ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. ദെൻ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസിനെ, നോട്ട് ദാറ്റ് പോയിന്റ്, എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസിനെ വൈ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ, പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസിനെ വൈ എന്ന് പറയുന്ന കമ്പനി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ദിസ് വൺ ഈസ് കോൾഡ് പർച്ചേസ് മെത്തേഡ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് പർച്ചേസ് മെത്തേഡ് ആൻഡ് മെർജർ മെത്തേഡ്. അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുന്നത് എക്സ് വൈയും കൂടി ചേർന്ന് XY എന്ന് പറയുന്ന വലിയൊരു കമ്പനിയായി മാറുന്നു. രണ്ട് കമ്പനികൾ കൂടി ചേർന്ന ഒരു വലിയ കമ്പനിയായി മാറുമ്പോൾ അതിനെ നമുക്ക് അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയാം. അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ബിസിനസിനെ മറ്റൊരു കമ്പനി പർച്ചേസ് ചെയ്യുമ്പോഴാണ് അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ്. എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസിനെ വൈ എന്ന കമ്പനി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യനിൽ മേ ബി സംടൈംസ് എന്താ പറയാ, ക്വസ്റ്റ്യനിൽ അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണെന്ന് ചില സാഹചര്യങ്ങളിൽ പറയാറുണ്ട്, ചിലപ്പോൾ അത് പറയാറില്ല. പറയാതെ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ അത് മെർജർ ആണോ പർച്ചേസ് ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ദെൻ ദീസ് ആർ ദ ഫസ്റ്റ് വൺ, അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജർ. അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജറിലെ ജേണൽ എൻട്രീസും അതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയറും അതിന്റെ ഫൈനൽ ബാലൻസ് ഷീറ്റും എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലൊരു വലിയൊരു പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ പ്രോബ്ലം തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ മെർജറിലെ ഒരു പ്രോബ്ലം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും, പർച്ചേസിലെ ഒരു പ്രോബ്ലം നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. മെർജറിലെ ഒരു ഡീറ്റെയിൽഡ് പ്രോബ്ലം നിങ്ങൾക്കറിയാം. അമാൽഗമേഷൻ ഇസ് എ ലെങ്തി വൺ. Yes, lengthy one. So we have some time ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജറിലെ പ്രോബ്ലംസ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു. ദെൻ അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിലെ പ്രോബ്ലംസ് നോക്കുന്നു. നമുക്ക് നോക്കാം. ദെൻ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. വാട്ട് യു മീൻ ബൈ ട്രാൻസ്ഫറർ കമ്പനി? ട്രാൻസ്ഫറി കമ്പനി, ഇതൊക്കെ എന്താ? ട്രാൻസ്ഫറർ കമ്പനി. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. എക്സ് എന്ന് പറയുന്ന കമ്പനിയും വൈ എന്ന് പറയുന്ന കമ്പനിയും കൂടി ചേർന്നിട്ട് XY എന്ന് പറയുന്ന കമ്പനിയായി മാറുകയാണ്. എക്സ് എന്ന് പറയുന്ന കമ്പനിയും വൈ എന്ന് പറയുന്ന കമ്പനി കൂടി ചേർന്നിട്ട് XY എന്ന് പറയുന്ന കമ്പനി ആവുകയാണെങ്കിൽ ഈ XY കമ്പനിയെ പുതുതായിട്ട് ഫോം ചെയ്യുന്ന, അതായത് രണ്ട് കമ്പനികൾ കൂടി ചേർന്ന ഒരു വലിയ കമ്പനി ആവുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ പുതുതായിട്ട് ഫോം ചെയ്യുന്ന കമ്പനി നമുക്ക് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയാൻ വേണ്ടി പറ്റും. ട്രാൻസ്ഫറി കമ്പനിയാണ്, ട്രാൻസ്ഫറർ കമ്പനി അല്ല, ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ എക്സ് എന്ന് പറയുന്ന കമ്പനിയെയും വൈ എന്ന് പറയുന്ന കമ്പനിയെയും നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് അമാൽഗമേഷൻ നടന്ന് പുതിയ കമ്പനി ആവുന്ന XY എന്ന് പറയുന്ന പുതിയൊരു കമ്പനിയായി ഫോം ചെയ്യുകയാണല്ലോ. എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയും വൈ എന്ന് പറയുന്ന ഒരു കമ്പനിയും കൂടി ചേർന്നിട്ട് XY എന്ന് പറയുന്ന പുതിയ കമ്പനി, അതായത് വലിയ കമ്പനിയായി മാറുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ? ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയാം. ആ പഴയ കമ്പനി ആയിട്ടുള്ള എക്സ് കമ്പനിയും
Y കമ്പനിയെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റും? ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയാൻ വേണ്ടി പറ്റും. ട്രാൻസ്ഫറർ കമ്പനിയാണ് ഈ X എന്ന് പറയുന്ന കമ്പനിയും Y എന്ന് പറയുന്ന കമ്പനി എന്താണ്? ട്രാൻസ്ഫറർ കമ്പനിയാണ്. ആ രണ്ട് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ട്രാൻസ്ഫറി കമ്പനി. ട്രാൻസ്ഫറി കമ്പനി നമുക്ക് പർച്ചേസിംഗ് കമ്പനി, ഇവിടെ പുതുതായി ഫോം ചെയ്യുന്ന കമ്പനിയെ പർച്ചേസിംഗ് കമ്പനി, X എന്ന് പറയുന്ന കമ്പനി, Y എന്ന് പറയുന്ന ട്രാൻസ്ഫറർ കമ്പനിയെ നമുക്ക് എന്ന് പറയാൻ വേണ്ടി ഒരു പർച്ചേസിംഗ് വെൻഡർ കമ്പനി എന്ന് പറയാൻ വേണ്ടി പറ്റും. ട്രാൻസ്ഫറർ കമ്പനി, വെൻഡർ കമ്പനി, ട്രാൻസ്ഫറി കമ്പനി, പർച്ചേസിംഗ് കമ്പനി. നിങ്ങൾ ആലോചിക്കുക, ഇത്ര ട്രാൻസ്ഫറർ ആൻഡ് ട്രാൻസ്ഫറി കമ്പനി. ഹിയർ അമാൽഗമേഷൻ ഇസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജറിലെ, മെർജറിലെയും പർച്ചേസിലെയും ഡിഫറെന്റ് ആണ്. മെർജറിലെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെർജറിലെ ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രികളാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കാൻ വേണ്ടി പോകുന്നത്. ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രിയാണ് ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സെർട്ടൈൻ അസറ്റ്സ്, ഇവിടെ നമ്മൾ അമാൽഗമേഷൻ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് അതിന് പറയുക. അമാൽഗമേഷൻ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് റിയലൈസേഷൻ അക്കൗണ്ട്. First journal entry, yes, carefully see this. 4 or 5 journal entries are very must journal entries, very easy to understand. I will make the simple tips to understand the journal entries. First one, for transferring certain assets to realization account. Certain assets to realization account. Asset realization account. ഞാൻ പറഞ്ഞല്ലോ അമാൽഗമേഷൻ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിന്റെ പേരാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ട്രാൻസ്ഫർ കമ്പനിയുടെ അസറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റും. ഇതെങ്ങനെ നമ്മൾ ജനറലി പഠിക്കാന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അസറ്റിന് നോർമലി എന്ത് ബാലൻസ് ആ വരിക? ഡെബിറ്റ് ബാലൻസ് അല്ലേ? ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആ വരിക. അമാൽഗമേഷൻ പ്രൊസീജിയറിൽ നേരെ ഓപ്പോസിറ്റ് വരും. ദാറ്റ് ഈസ് ഡെബിറ്റ് ചെയ്യുന്നത് ഇവിടെ എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ടു അസറ്റ് എന്ന് പറയും. അസറ്റിന് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ദെൻ ലാബിലിറ്റീസ്, നമ്മൾ ട്രാൻസ്ഫർ കമ്പനിയുടെ ലാബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ വരിക? ലാബിലിറ്റീസിന്റെ നോർമലി എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? പക്ഷെ നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്തു. ലാബിലിറ്റീസ് അക്കൗണ്ട് ടു റിയലൈസേഷൻ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കുക. മൂന്നാമത്തെ ജേണൽ എൻട്രിയിലേക്ക് വരാം. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്താ? ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ടു റിയലൈസേഷൻ. ഇത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് അല്ലേ? ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്കില് ട്രാൻസ്ഫറർ എന്ന് ജേണൽ എൻട്രിയിൽ വരില്ലല്ലോ, ട്രാൻസ്ഫറി എന്നല്ലേ വരുള്ളൂ. പർച്ചേസ് കൺസിഡറേഷൻ ആരാ തരുന്നത്? പർച്ചേസിംഗ് കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്ഫറി കമ്പനി അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് വരുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യേണ്ട സമയത്ത്, അതായത് ഡ്യൂ ആവുന്ന സമയത്ത് ഉള്ള ജേണൽ എൻട്രിയാണ് ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ടു റിയലൈസേഷൻ. യെസ്, റിസീവിംഗ് പർച്ചേസ് കൺസിഡറേഷൻ നമുക്കറിയാലോ. നെറ്റ് പേയ്മെന്റ് മെത്തേഡ് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. നെറ്റ് പേയ്മെന്റ് മെത്തേഡിൽ നമുക്ക് എങ്ങനെയൊക്കെ പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യാം? ഇക്വിറ്റി ഷെയർ ആയിട്ട് റിസീവ് ചെയ്യാം, പ്രിഫറൻസ് ഷെയർ ആയിട്ട് റിസീവ് ചെയ്യാം, ഡിബഞ്ചർ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യാം. ട്രാൻസ്ഫറി കമ്പനിയുടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ ആയിട്ട് റിസീവ് ചെയ്യാം, പ്രിഫറൻസ് ഷെയർ ആയിട്ട് റിസീവ് ചെയ്യാം, ഡിബഞ്ചർ ആയിട്ട് റിസീവ് ചെയ്യാം, ബാങ്ക് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യാം. ഇങ്ങനെയൊക്കെ പർച്ചേസ് കൺസിഡറേഷൻ പല ഫോമിൽ റിസീവ് ചെയ്യാം. ക്യാഷ് ആയിട്ട് തന്നെ പർച്ചേസ് കൺസിഡറേഷൻ കിട്ടുന്നില്ല, ഷെയർ ആയിട്ട് കിട്ടാം, ഒക്കെ കിട്ടാം. അപ്പൊ ഇതിനൊക്കെ ഡെബിറ്റ് ചെയ്യാം. അതായത് കിട്ടുന്ന പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് ഏതൊക്കെയാണോ കിട്ടുന്നത് അതിനൊക്കെ ഡെബിറ്റ് ചെയ്യുക. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ബാങ്ക് ടു ട്രാൻസ്ഫറി കമ്പനി. ഓക്കെ, ദാറ്റ് ഈസ് ദ ജേണൽ എൻട്രി ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ. Purchase consideration received. This one is, I already said this one is a long area. First you understand the journal entries, then you understand the ledger procedure, then you understand the balance sheet. These 3 procedure is needed. Okay. These 4 are the main journal entries. അപ്പോൾ നമുക്ക് ആ journal entries ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. ട്രാൻസ്ഫറിങ് അസറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അസറ്റിന് നോർമലി ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് അസറ്റ് എന്ത് ചെയ്യും? നമ്മളിവിടെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റ് ആണ് വരിക. അസറ്റിനെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരും. റിയലൈസേഷൻ അക്കൗണ്ട് ടു അസറ്റ്. ഫോർ ട്രാൻസ്ഫറിംഗ് ലാബിലിറ്റി, രണ്ടാമത്തെ ജേണൽ എൻട്രി. ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തോ ട്രാൻസ്ഫർ കമ്പനിയുടെ ബുക്കിൽ എങ്ങനെ ജേണൽ എൻട്രി വരിക? ലാബിലിറ്റീസിന് നോർമലി ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്കറിയാം, കാരണം ലാബിലിറ്റി അല്ലേ, ക്രെഡിറ്റിൽ വരിക. അപ്പോൾ ലാബിലിറ്റി നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റിലേക്ക് കൊണ്ടുവരും ടു റിയലൈസേഷൻ. ഓക്കെ, അതിന്റെയൊക്കെ ബാലൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരുടെ ബാലൻസ് കുറയുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന സമയത്ത് പർച്ചേസ് കൺസിഡറേഷൻ ആരാ പേ ചെയ്യുന്നത്? ട്രാൻസ്ഫറി കമ്പനി അല്ലേ? ട്രാൻസ്ഫറി കമ്പനി. ഇത് ട്രാൻസ്ഫറർ ബുക്ക് അല്ലേ? ട്രാൻസ്ഫറർ ബുക്കിൽ ട്രാൻസ്ഫറി കമ്പനി എന്നാണ് വരിക. അപ്പോൾ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ടു റിയലൈസേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കിട്ടാം, പ്രിഫറൻസ് ഷെയർ ആയിട്ട് കിട്ടാം, ഡിബഞ്ചർ ആയിട്ട് കിട്ടാം, ബാങ്ക് ആയിട്ട് കിട്ടാം. ഓക്കെ, ടു ട്രാൻസ്ഫറി കമ്പനി, ഇക്വിറ്റി ഷെയർ അക്കൗണ്ട്, പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട്, ഡിബഞ്ചർ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ടു ട്രാൻസ്ഫറി കമ്പനി. ദീസ് 4 ആർ ദ ബേസ് ജേണൽ എൻട്രീസ്. ഈ 4 ജേണൽ എൻട്രികൾ. ബാക്കിയുള്ള ജേണൽ എൻട്രികളൊക്കെ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ, അക്കോർഡിംഗ് ടു പ്രോബ്ലംസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ അടുത്ത നോക്കാം, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജേണൽ എൻട്രി കുറച്ചുകൂടെ നോക്കാം. ലോസ്, റിയലൈസേഷനിലെ ലോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു റിയലൈസേഷൻ. പ്രോഫിറ്റ് ആണ്, അത് നേരെ ഓപ്പോസിറ്റ് റിയലൈസേഷൻ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ദിസ് വൺ ഇസ് ആൻ ഇമ്പോർട്ടന്റ് ജേണൽ എൻട്രി. ദെൻ ഫോർ ക്ലോസിംഗ് ഓഫ് ദ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നോർമലി എന്ത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ?
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, ഡെബിറ്റിലേക്ക് കൊണ്ടുവരും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഫൈനലി ക്ലോസ് ചെയ്യും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. Then important thing is transferring of equity share capital. Equity share capital, reserve, surplus, ഇതൊക്കെ എങ്ങോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോർമലി ക്രെഡിറ്റ് ബാലൻസ് അല്ലേ, നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്യും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡർ, ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിസർവുകളൊക്കെ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ജേണൽ എൻട്രീസ് ഇൻവോൾവ് ഇൻ ദിസ്. ഇത്രയും ജേണൽ എൻട്രികളാണ് ബേസ് ആയിട്ടുള്ള ജേണൽ എൻട്രികൾ. ഈ ജേണൽ എൻട്രി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള ജേണൽ എൻട്രികളൊക്കെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒന്ന് നോക്കി വെക്കുക. ഇത്രയും ജേണൽ എൻട്രികളാണ് ഇതിന്റെ ബേസ് ആയിട്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ള ജേണൽ എൻട്രികളൊക്കെ ലോജിക് ക്വസ്റ്റ്യൻസിനനുസരിച്ച് ഡിഫറെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ജേണൽ എൻട്രി ഉണ്ടെങ്കിൽ നോക്കാം. ഇത്രയും ജേണൽ എൻട്രികൾ നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. കാരണം ഇത്രയും ജേണൽ എൻട്രികൾ വളരെ ബേസ് ആയിട്ടുള്ള ജേണൽ എൻട്രികളാണ്. Then journal entries in the books of transferee company. ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്കിൽ ഒരിക്കലും ട്രാൻസ്ഫറി എന്ന് വരില്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്കിൽ ട്രാൻസ്ഫറർ കമ്പനി എന്നേ വരുള്ളൂ ജേണൽ എൻട്രിയിൽ. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ജേണൽ എൻട്രി നോക്കാം. ഫോർ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന സമയത്ത് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു, ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് ജേണൽ എൻട്രി ഒന്ന് മനസ്സിലാക്കുക. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി ബിക്കോസ് ദിസ് വൺ ഇസ് എ ട്രാൻസ്ഫറി കമ്പനി ബുക്ക് ആയതുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. ദെൻ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് അസറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു, നോർമലി അസറ്റ്സിനെ ഡെബിറ്റ് ചെയ്തു, ലാബിലിറ്റീസിനെ ക്രെഡിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ സെയിം പ്രൊസീജിയർ ആണ് വരുന്നത്. അസറ്റിന് എന്ത് ബാലൻസ് ആണ് വരിക, ഡെബിറ്റ് ബാലൻസ് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ലാബിലിറ്റീസിന് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ, ലാബിലിറ്റീസിന് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഇവിടെ സെയിം ട്രീറ്റ്മെന്റ്, ഇവിടെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റ് അല്ല. ഇത് ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്കിൽ സെയിം ട്രീറ്റ്മെന്റ് ആണ് വരിക. അപ്പം അസറ്റ്സ് അക്കൗണ്ട് ടു ലാബിലിറ്റി ടു റിസർവ്, ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും, ബിസിനസ് പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ടിനാണ് നമ്മൾ എന്താ പറയുക, ബിസിനസ് പർച്ചേസ് എന്ന് പറയാം. ബിസിനസ് പർച്ചേസ് എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് ആണ്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ലിക്വിഡേറ്റഡ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ദിസ് വൺ ഈസ് ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്ക് ആയതുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു ഡിബഞ്ചർ ടു ബാങ്ക്. ഓക്കെ, നേരത്തെ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ജേണൽ എൻട്രി നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. ഓക്കെ, അത് കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണ്. ഇതെങ്ങനെയാണ് മെർജർ എന്ന്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മെർജർ എന്ന് പറയണമെന്നില്ല. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ക്യൂ ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി കൂടി ചേർന്ന് പി ക്യൂ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയെ ഫോം ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി, ഇതൊരു രണ്ട് കമ്പനികൾ കൂടി ചേർന്ന് ഒരു വലിയ കമ്പനി ആവുകയാണെങ്കിൽ മെർജർ ആണ് വരിക. ദെൻ പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും ബാലൻസ് ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആണ്, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ എമൗണ്ടുകളൊന്നും വായിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ലാബിലിറ്റി സൈഡാണ്, ഇതൊക്കെ അസറ്റ് സൈഡാണ്. അങ്ങനെ അസറ്റ് സൈഡ് ലാബിലിറ്റി സൈഡ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. അസറ്റ് സൈഡ് ലാബിലിറ്റി സൈഡ് ഒക്കെ തന്നിട്ടുണ്ട്. അസറ്റ് സൈഡ് ഫിക്സഡ് അസറ്റ് ലെസ് ഡിപ്രീസിയേഷൻ, ഇൻവെസ്റ്റ്മെന്റ്, കറന്റ് അസറ്റ്, സ്റ്റോക്ക്, ഡെപ്റ്റർ, ക്യാഷ്. ലാബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, റിസർവ് ആൻഡ് സർപ്ലസ്, then general reserve, profit and loss account, secured loan, trade creditors, provision for tax. Okay, this one is a total amount of asset. Like that, here given the transferor company ആണല്ലോ പി ലിമിറ്റഡും ക്യൂ ലിമിറ്റഡും. ട്രാൻസ്ഫറർ കമ്പനി ആണല്ലോ പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുക. ഫൈനലി വി വിൽ പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ്. Okay, we will simple and easy to understand. Here the additional information or adjustment ആയിട്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. Preference shareholder of the two companies issued equivalent number of 12% preference shares at rupees 125 per share. Then finally, P Limited will issue one equity share of 10 each for every shares in P Limited and Q Limited. This one is the adjustment, the premium 5 per share. Prepare the balance sheet of PQ Limited. PQ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ആണ്. PQ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ട്രാൻസ്ഫറി കമ്പനിയാണ്. ശ്രദ്ധിക്കുക, ട്രാൻസ്ഫറി കമ്പനിയാണ്. പി ലിമിറ്റഡും ക്യൂ ലിമിറ്റഡും ട്രാൻസ്ഫറർ കമ്പനിയും, ഇത് ട്രാൻസ്ഫറി കമ്പനിയുമാണ്.
ഇത് ട്രാൻസ്ഫെറി കമ്പനിയാണ്, പർച്ചേസിംഗ് കമ്പനിയാണ് പി ക്യൂ ലിമിറ്റഡ് എന്ന് പറയുന്നത്. പി ലിമിറ്റഡും ക്യൂ ലിമിറ്റഡും രണ്ട് കമ്പനികൾ ട്രാൻസ്ഫറർ കമ്പനിയാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുക, പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. പർച്ചേസ് കൺസിഡറേഷൻ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 125 പെർ ഷെയർ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ എത്രയാണ് ഉള്ളത്. പ്രിഫറൻസ് ഷെയർ 1200 ഷെയർ ആണ് ടോട്ടൽ ഉള്ളത് പി ലിമിറ്റഡിന്റെ കാര്യത്തിൽ. പി ലിമിറ്റഡ് 1,20,000 അല്ല ടോട്ടൽ ഉള്ളത്, 1,20,000 റുപ്പീസ് ആണ്. 100 രൂപ വെച്ചിട്ട് 1,20,000 റുപ്പീസ് ഷെയർ ആണ് ഉള്ളത്. അപ്പൊ അത് എത്ര ഷെയർ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1,20,000 ഡിവൈഡഡ് ബൈ 100. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1,200 കിട്ടും. 1,200 കിട്ടും. അപ്പൊ 1,200 ഷെയർ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ പർച്ചേസ് കൺസിഡറേഷൻ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. 125 പറയുന്നുണ്ട്. ഇവിടെ 100 രൂപയ്ക്കാണ് നമ്മളെ ബാലൻസ് ഷീറ്റിൽ പറയുന്നത് 100 രൂപയ്ക്കാണ്. പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് 125 രൂപയ്ക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ 1,200 ഇൻറ്റു 125 1,50,000 കിട്ടി പി ലിമിറ്റഡ്. ഇനി ക്യൂ ലിമിറ്റഡ് അതേപോലെ കാൽക്കുലേറ്റ് ചെയ്യും. സെയിം വേ ക്യൂ ലിമിറ്റഡ് നോക്ക് 80,000 ഷെയർ 80,000 റുപ്പീസ് ആണുള്ളത് പ്രിഫറൻസ് ഷെയർ. 80,000 ഡിവൈഡ് ബൈ 100 എത്ര കിട്ടും? 800 കിട്ടും. 800 ഇൻറ്റു 125. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 125 പെർ ഷെയർ ആണ് പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡ്. പി ക്യൂ ലിമിറ്റഡ് ആണ് കേട്ടോ. പി ക്യൂ ഇവിടെ ഓ ആണ് ഞാൻ കൊടുത്തത്, ക്യൂ ആണ്. 125 സെയിം വേ 800 ഇൻറ്റു 125 1 lakh കിട്ടി. ദെൻ ഇക്വിറ്റി ഷെയർ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ആയിട്ട് പ്രീമിയം ഓഫ് 5 പെർ ഷെയർ എന്നാണ് പറയുന്നത്. 15, അതായത് പ്രീമിയം ഓഫ് 5 പെർ ഷെയർ 5 രൂപ അഡീഷണൽ ആയിട്ട് വിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രീമിയം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇക്വിറ്റി ഷെയർ നോർമലി 10 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അഡീഷണൽ പ്രീമിയം എന്ന് പറയുമ്പോൾ 15 രൂപയ്ക്കായിരിക്കുമല്ലോ. 5 രൂപ പ്രീമിയത്തിന് വിൽക്കുന്നു എന്നാണ് പറയുന്നത്. 15 രൂപ. ഇവിടെ എത്ര നമ്പർ ഓഫ് ഷെയർ ഉണ്ടെന്ന് നോക്കാം. 2,40,000 ഡിവൈഡ് ബൈ 10 24,000 അല്ലേ. 24,000 നമ്പർ ഓഫ് ഷെയർസ് ആണുള്ളത്. ഇൻറ്റു 15 3,60,000. അതേപോലെ തന്നെ ക്യൂ ലിമിറ്റഡ് എത്ര ഷെയർ ഉണ്ട് നോക്കാം. 1,60,000 ആണുള്ളത്. 1,60,000 റുപ്പീസ് ആണ്. അത് നമ്പർ ഓഫിലേക്ക് മാറ്റുന്ന സമയത്ത് 1,60,000 ഡിവൈഡ് ബൈ 10 ഓരോ ഷെയറിനും 10 രൂപ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ 16,000 ഇൻറ്റു 15 15 രൂപ വെച്ചിട്ടാണ്. 10 രൂപയേ ഉള്ളൂ. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് 5 രൂപ പ്രീമിയത്തിനാണ് വിൽക്കുന്നത് എന്നുള്ളത്. 10 രൂപ 5 രൂപത്തിന് പ്രീമിയത്തിന് വിൽക്കുന്ന സമയത്ത് 15 അല്ലേ. ഇൻറ്റു 15 2,40,000 കിട്ടി. അപ്പൊ നമുക്ക് ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ പി ലിമിറ്റഡിന്റെ എത്ര കിട്ടി? 5,10,000 ക്യൂ ലിമിറ്റഡിന്റെ 3,40,000 കിട്ടി. Okay, this one is a purchase consideration, the base calculation of purchase consideration in the form of which method here used? Net payment method. Net payment method of purchase consideration ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പർച്ചേസ് കൺസിഡറേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും. ആദ്യം നമ്മൾ എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ അതിന്റെ നമ്പർ കണ്ടുപിടിക്കുക. പ്രിഫറൻസ് ഷെയർ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ആ നമ്പറിനെ അത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇക്വിറ്റി ഷെയറിന്റെ അതുപോലെ തന്നെ നമ്പർ ആദ്യം കണ്ടുപിടിക്കുക. നമ്മൾ എമൗണ്ടിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കിട്ടും. ആ നമ്പർ കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പർച്ചേസ് കൺസിഡറേഷൻ. എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് കൺസിഡറേഷൻ കിട്ടും. ഇവിടെ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം ശ്രദ്ധിക്കുക. ഇവിടെ 125 പ്രീമിയത്തിനാണ്. രണ്ട് കാര്യം പ്രീമിയത്തിനാണ് വിൽക്കുന്നത്. 100 ആയിരുന്നു പ്രിഫറൻസ് ഷെയർ നേരത്തെ ഉണ്ടായിരുന്നത്. അത് 125 വിൽക്കുന്നത് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ നമ്പർ ഓഫ് ഷെയർസിന് 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇക്വിറ്റി ഷെയർസിന് അതുപോലെ പറയുന്നുണ്ട് 5 പ്രീമിയത്തിനാണെന്നാണ് പറയുന്നത്. 5 പ്രീമിയത്തിന് എന്ന് പറയുമ്പോൾ 10 + 5 ആണ് ഇവിടെ വരിക. 10 + 5 15 ആണ് വരിക. അതുകൊണ്ടാണ് നമ്മളിവിടെ നമ്പർ ഓഫ് ഷെയർസിന് എന്ത് ചെയ്തത്? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ ഓഫ് പി ലിമിറ്റഡ് 5,10,000, ക്യൂ ലിമിറ്റഡ് 3,40,000. ദാറ്റ് വി ഗെറ്റ് ഇറ്റ്. Then പർച്ചേസ് കൺസിഡറേഷൻ കിട്ടി. ഇനി ജേണൽ എൻട്രിയിലേക്ക് വരിക. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. പ്ലീസ് വെയിറ്റ്. I already said that this one is a long session. That is ബേസ് മുതൽ നമുക്ക് ഇത് അറിയാനുണ്ട്. ഇത് അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ആദ്യം ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രി. ട്രാൻസ്ഫറർ കമ്പനി ആരൊക്കെയാ? പി ലിമിറ്റഡും ക്യൂ ലിമിറ്റഡും രണ്ടും ട്രാൻസ്ഫറർ കമ്പനിയാണ്. പി ക്യൂ ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയ കമ്പനി ട്രാൻസ്ഫറി കമ്പനിയാണെന്ന് നമുക്കറിയാം. ആദ്യം നമുക്ക് പി ലിമിറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സിൽ എങ്ങനെയൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റിയലൈസേഷൻ. ആദ്യം സർട്ടൻ അസറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി എങ്ങനെ വരിക? റിയലൈസേഷൻ അക്കൗണ്ട് ടു വേരിയസ് അസറ്റ്. റിയലൈസേഷൻ അക്കൗണ്ട് ടു വേരിയസ് അസറ്റ്. വേരിയസ് അസറ്റ് ഏതൊക്കെ വരിക? ഫിക്സഡ് അസറ്റ് 4 ലക്ഷം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫിക്സഡ് അസറ്റ് ലെസ് ഡിപ്രീസിയേഷൻ 4 ലക്ഷം. എല്ലാ അസറ്റും നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് ടു ഫിക്സഡ് അസറ്റ് 4 lakhs.
ദെൻ ഇൻവെസ്റ്റ്മെന്റ്, അടുത്ത അസറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റിലേക്ക് വരാം. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? പി ലിമിറ്റഡിന്റെ ആണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. പി ലിമിറ്റഡിന്റെ ആണ് നോക്കേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് 1,60,000 അല്ലേ? 1,60,000. യെസ്, 1,60,000. സ്റ്റോക്ക് 1,20,000. 1,20,000. ഇവിടെ സ്റ്റോക്ക് എങ്ങനെ 1,20,000 വന്നത്? നമുക്ക് ബാലൻസ് ഷീറ്റിൽ അതേ എമൗണ്ട് എടുക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മാറ്റം ഉണ്ടാവേ. ഇപ്പൊ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ എമൗണ്ടിനെ എടുക്കുന്നത്. ദെൻ ഡെപ്റ്റേഴ്സ് 1,60,000. Debtors 1,60,000. Then cash and bank 1,20,000. Cash and bank 1,20,000. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എമൗണ്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എടുത്തേക്ക് പോകും, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോകും. 9,60,000 രൂപ. ഈ 5 ഐറ്റത്തിന്റെ ടോട്ടൽ 9,60,000 രൂപ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോയി. അപ്പൊ നമ്മൾ ആദ്യം അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് നോർമലി ഡെബിറ്റ് ബാലൻസ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഇടും, ക്രെഡിറ്റ് ബാലൻസിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. വേരിയസ് ലാബിലിറ്റീസ് അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ ആണ് അടുത്ത ജേണൽ എൻട്രി വരിക. ലാബിലിറ്റീസിന് നോർമലി ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? നമ്മൾ ഇവിടെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇടുക. ലാബിലിറ്റീസിന് ഡെബിറ്റ് ചെയ്യും. 3 ലാബിലിറ്റീസ് ഏതൊക്കെ വരിക? സെക്യൂർഡ് ലോൺ, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ്. സെക്യൂർഡ് ലോൺ എത്ര? 1,60,000. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 1,20,000. പ്രൊവിഷൻ ഫോർ ടാക്സ് 80,000. 1,60,000. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 1,20,000. ട്രേഡ് ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ് 80,000. ടോട്ടൽ എമൗണ്ട് 3,60,000. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അതൊക്കെ നമ്മൾ വേറെ തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ അത് എടുക്കില്ല. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്കും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്കും, റിസർവ് കൺസേൺഡ് റിസർവ് ഷെയർ ഹോൾഡർ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്കൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുക. അത് നമുക്ക് അടുത്ത ജേണൽ എൻട്രിയിൽ വരും, നമുക്ക് നോക്കാം. അപ്പൊ അടുത്തത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്താ? ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ടു റിയലൈസേഷൻ അല്ലേ? ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ടു റിയലൈസേഷൻ അല്ലേ? ട്രാൻസ്ഫറി കമ്പനി ഇവിടെ ഏതാ? PQ ലിമിറ്റഡ് അല്ലേ? പുതുതായി ഫോം ചെയ്യുന്ന കമ്പനി PQ ലിമിറ്റഡ് അല്ലേ? PQ ലിമിറ്റഡ് അക്കൗണ്ട് ടു റിയലൈസേഷൻ. PQ ലിമിറ്റഡ് അക്കൗണ്ട് ടു റിയലൈസേഷൻ 5,10,000 എങ്ങനെയാ വന്നേ? പി ലിമിറ്റഡിന്റെ ബുക്കിലാണല്ലോ നമ്മൾ ഇപ്പോൾ എഴുതുന്നത്. അപ്പൊ പി ലിമിറ്റഡിന്റെ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ടുള്ള 5,10,000 ഇങ്ങനെ എടുത്താണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തു. ഇനി പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്തത് ഏതൊക്കെ ഫോമിലാണ്? നമുക്ക് പ്രിഫറൻസ് ഷെയർ ആയിട്ട് 1,50,000, ഇക്വിറ്റി ഷെയർ ആയിട്ട് പ്രിഫറൻസ് ഷെയർ നമുക്കിവിടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രിഫറൻസ് ഷെയർ ആയിട്ട് 1,50,000. ദെൻ ഇക്വിറ്റി ഷെയർ ആയിട്ട് 3,60,000 ആണ് ഉള്ളത്. പ്ലീസ് വെയിറ്റ്. 1,50,000, 3,60,000. അപ്പൊ പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് അറ്റ് ഇക്വിറ്റി ഷെയർ അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് അറ്റ് ഇക്വിറ്റി ഷെയർ അക്കൗണ്ട് അറ്റ് ടു ട്രാൻസ്ഫറി കമ്പനി ടു PQ ലിമിറ്റഡ് 1,50,000, 3,60,000, ടോട്ടൽ 5,10,000. ദെൻ അടുത്ത ജേണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യണം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യണം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങോട്ടാ ക്ലോസ് ചെയ്യാം? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നോർമലി ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റ് ഡെബിറ്റ് ചെയ്യും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങോട്ടാ പോവാ? പ്രിഫറൻസ് ഷെയർ ഹോൾഡറിലേക്ക് അക്കൗണ്ടിലേക്കാ പോവാ. അപ്പോൾ 1,20,000 നമ്മൾ ബാലൻസ് ഷീറ്റ് എമൗണ്ടിൽ 1,20,000 നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ 1,20,000 പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഇവിടെ എമൗണ്ട് എടുത്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ 1,20,000. ദെൻ 30,000 എങ്ങനെ വന്നു? 1,50,000 അല്ലേ പർച്ചേസ് കൺസിഡറേഷൻ? അത് പ്രീമിയത്തിനാണ് വിൽക്കുന്നതെന്ന് പറയുന്നില്ലേ? 125 1,50,000 വരുന്നില്ലേ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്? 30,000 എക്സ്ട്രാ വരുന്നില്ലേ? 1,20,000 ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ 1,20,000 ആണ് പറയുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റിൽ 1,20,000 ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ പ്രീമിയത്തിന് വെക്കുന്ന സമയത്ത് 1,50,000 30,000 എക്സ്ട്രാ വന്നില്ലേ? ആ 30,000 എമൗണ്ട് നമ്മൾ റിയലൈസേഷൻ എമൗണ്ടിലേക്കാണ് പോവുക. 30,000 എമൗണ്ട് റിയലൈസേഷൻ എമൗണ്ടിലേക്കാണ് പോവുക. അപ്പൊ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,20,000 ബാലൻസ് ഷീറ്റിലെ എമൗണ്ട്. ദെൻ റിയലൈസേഷൻ 30,000 നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ അതായത് പ്രീമിയത്തിൽ വിറ്റത് കൊണ്ടുള്ള അവിടെ ഉണ്ടാകുന്ന ലാഭം 1,50,000 ആയി ഉണ്ടായിരുന്നു. അപ്പൊ 30,000 രൂപ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോയി. ദെൻ ഫൈനലി ഈ എമൗണ്ട് 2 എമൗണ്ട് കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിലേക്കും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ഹോൾഡറിലേക്കുമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു? ഇക്വിറ്റി ഷെയർ ഹോൾഡറിലേക്കല്ലേ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് കൂടെ ഏതൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. അപ്പൊ ഏതൊക്കെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ് എമൗണ്ട് വരുന്നത് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,40,000 അല്ലേ പി ലിമിറ്റഡിന്റെ? 2,40,000 അല്ലേ പി ലിമിറ്റഡിന്റെ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. 2,40,000. ദെൻ
Then capital reserve 80,000. Capital reserve 80,000. Capital reserve നമുക്ക് ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ കാണാം. Capital reserve for capital reserve 80,000, general reserve 1,20,000, profit and loss account 40,000. ഈ മൂന്നെണ്ണം നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് 80,000, ജനറൽ റിസർവ് 1,20,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 40,000, ഫൈനൽ എമൗണ്ട് 4,80,000 നമ്മൾ എന്ത് ചെയ്യും? ഈ എമൗണ്ടിന്റെ ടോട്ടൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ദിസ് എമൗണ്ട് ലെഡ്ജർ വരക്കുമ്പോൾ കിട്ടുന്ന ബാലൻസ് ഫിഗർ ആണിത്. അപ്പൊ നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. കാരണം ലെഡ്ജർ വരക്കുന്ന സമയത്ത് കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡർ എമൗണ്ടിൽ നിന്ന് റിയലൈസേഷൻ എമൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ്, പ്ലീസ് വെയിറ്റ് എ മൊമെന്റ്. Yes, please wait a moment. Yes. Okay. This amount is നമ്മൾ അതായത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ലെഡ്ജർ വരക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ബാലൻസ് ഫിഗർ ആണ് നമ്മൾ ഇവിടെ എടുക്കാം. ദെൻ ഫൈനലി നമുക്ക് കിട്ടുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ മുഴുവൻ എമൗണ്ടും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ബാലൻസ് എമൗണ്ട്, ഇതൊക്കെ ബാലൻസിംഗ് ഫിഗർ ആണ്. ഈ 3 ജേണൽ എൻട്രിയിലെ എമൗണ്ടും ബാലൻസിംഗ് ഫിഗർ ആണ് വരിക. 3 ജേണൽ എൻട്രിയിൽ അവസാനത്തെ നമ്മൾ എഴുതിയ 3 ജേണൽ എൻട്രിയിലെ എമൗണ്ട് നമ്മൾ ലെഡ്ജർ വരക്കുമ്പോൾ കിട്ടുന്ന ബാലൻസിംഗ് ഫിഗർ ആണ് നമ്മൾ ഇവിടെ എടുക്കുക. അപ്പൊ നമ്മൾ ഈ ജേണൽ എൻട്രി നമുക്ക് മുൻകൂട്ടി എഴുതാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മൾ ഇനി വരക്കാൻ വേണ്ടി പോകുന്ന ലെഡ്ജറിലെ ബാലൻസിംഗ് ഫിഗർ ആണ് നമ്മൾ ഇവിടെ എടുക്കുക. നമുക്ക് നോക്കാം. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ ചിലപ്പോഴേ പറയും, ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ലെഡ്ജർ അക്കൗണ്ട് വരക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയാം. അപ്പൊ നിങ്ങൾക്ക് രണ്ടും കൂടെ പറയുകയാണെങ്കിൽ, ജേണൽ എൻട്രി ലെഡ്ജറും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതുന്ന അതേ പോസ്റ്റിംഗ് നിങ്ങൾക്ക് ലെഡ്ജറിലേക്ക് വരക്കാം, പെട്ടെന്ന് എഴുതാം. കാരണം ശ്രദ്ധിക്കാം, റിയലൈസേഷൻ അക്കൗണ്ട് ടു ഫിക്സഡ് അസറ്റ് ടു ഇൻവെസ്റ്റ്മെന്റ് ടു സ്റ്റോക്സ് ടു ഡെപ്റ്റേഴ്സ് ടു ക്യാഷ് ആൻഡ് ബാങ്ക്. ഇതേ സാധനം റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ലെഡ്ജറിലേക്ക് വരച്ചാൽ എങ്ങനെ വരും? ടു ഫിക്സഡ് അസറ്റ്, റിയലൈസേഷൻ അക്കൗണ്ട് ടു ഫിക്സഡ് അസറ്റ്, റിയലൈസേഷൻ അക്കൗണ്ട് ടു സ്റ്റോക്ക്, റിയലൈസേഷൻ അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ്, റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്, റിയലൈസേഷൻ അക്കൗണ്ട് ടു ഇൻവെസ്റ്റ്മെന്റ്. യെസ്, അതേ ജേണൽ എൻട്രിയിലെ അതേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തുന്നേ ഉള്ളൂ. ദെൻ ജേണൽ എൻട്രിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ജേണൽ എൻട്രിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കാം. നോക്കാം, ഫസ്റ്റ് ജേണൽ എൻട്രിയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ലെഡ്ജറിലേക്ക് എടുത്തു. ജേണൽ എൻട്രിയിൽ ഇതേ എമൗണ്ട് തന്നെ അങ്ങോട്ട് വരും, എടുക്കാം. സെയിം എമൗണ്ട് നമ്മൾ എടുത്തത്. റിയലൈസേഷൻ അക്കൗണ്ട് ടു ഫിക്സഡ് അസറ്റ് ജേണൽ എൻട്രിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ജേണൽ എൻട്രിയിലെ കാര്യങ്ങൾ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ദെൻ അടുത്ത ജേണൽ എൻട്രി വരുന്നത് സെക്യൂർഡ് ലോൺ, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ്. ഇതൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. സെക്യൂർഡ് ലോൺ അക്കൗണ്ട് ടു റിയലൈസേഷൻ, ട്രേഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ. നമുക്ക് ലെഡ്ജറിലേക്ക് പോവാം. സെക്യൂർഡ് ലോൺ സെയിം എമൗണ്ട് ആണ് വരിക കേട്ടോ. ജേണൽ എൻട്രിയിലെ സെക്യൂർഡ് ലോൺ അക്കൗണ്ട്, ട്രേഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, പ്രൊവിഷൻസ് ഫോർ അക്കൗണ്ട് ടു റിയലൈസേഷൻ. ഇതിനെ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അസറ്റ് ഭാഗങ്ങളിലൊക്കെ എന്ത് ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ദെൻ പർച്ചേസ്. ഇനി അടുത്ത ജേണൽ എൻട്രി നോക്കാം. മൂന്നാമത്തെ ജേണൽ എൻട്രി നോക്കുക. PQ ലിമിറ്റഡ് അക്കൗണ്ട് ടു റിയലൈസേഷൻ. PQ ലിമിറ്റഡ് നമ്മൾ എന്ത് ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. PQ ലിമിറ്റഡ് അക്കൗണ്ട് ടു റിയലൈസേഷൻ, ഇങ്ങനെയാണല്ലോ ഇത് പറയാം. PQ ലിമിറ്റഡ് അക്കൗണ്ട് ടു റിയലൈസേഷൻ ബൈ PQ ലിമിറ്റഡ് ടു റിയലൈസേഷൻ, അങ്ങനെയാണല്ലോ. PQ ലിമിറ്റഡ് 5,10,000 പർച്ചേസ് കൺസിഡറേഷൻ, ഈ എമൗണ്ട് ആണ് വരിക. മൂന്നാമത്തെ ജേണൽ എൻട്രി നമ്മൾ കഴിഞ്ഞു. ഇനി നാലാമത്തെ ജേണൽ എൻട്രി റിയലൈസേഷൻ വരുന്നില്ല. അഞ്ചാമത്തെ ജേണൽ എൻട്രിയിൽ റിയലൈസേഷൻ വരുന്നുണ്ടല്ലോ. റിയലൈസേഷൻ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ 30,000 രൂപ അല്ലെ. റിയലൈസേഷൻ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ 30,000 രൂപ. എങ്ങനെയാ വന്നത് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ ബാലൻസ് ഫിഗർ, അതായത് ഈ 9,90,000 നിന്ന് ഇത്രയും എമൗണ്ട് കുറക്കുന്ന സമയത്ത് നമുക്ക് 1,20,000 ബാലൻസ് ഫിഗർ കിട്ടില്ലേ. ഈ 1,20,000 ബാലൻസ് ഫിഗർ ആണ് നമ്മൾ എങ്ങോട്ട് എടുക്കുക. 1,20,000 ബാലൻസ് ഫിഗർ ആണ് നമ്മൾ എങ്ങോട്ട് എടുക്കുക. നമ്മൾ ഞാൻ പറഞ്ഞ നാലാമത്തെ ജേണൽ എൻട്രിയിലെ 1,20,000 ഇക്വിറ്റി ഷെയർ ഹോൾഡറിലേക്ക് പോവാം. ബാലൻസ് ഫിഗർ ഇപ്പൊ നിങ്ങൾ മനസ്സിലായില്ല. ഇത് ലെഡ്ജർ വരച്ചിട്ട് അതിന്റെ ബാലൻസ് ഫിഗർ ആണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡറിലേക്ക് നമ്മൾ എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചു. രണ്ടാമത്തത് PQ ലിമിറ്റഡ് എന്ന് പറയുന്ന അക്കൗണ്ട് വരക്കണം. PQ ലിമിറ്റഡിൽ ഏതൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ജേണൽ എൻട്രിയിലേക്ക് തന്നെ പോവാം. ജേണൽ എൻട്രിയിലേക്ക് പോകുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർസ് ഇൻ PQ ലിമിറ്റഡ്, ഇക്വിറ്റി ഷെയർസ് ഇൻ PQ ലിമിറ്റഡ് 1,50,000 വരുന്നുണ്ട്.
3,60,000 വരുന്നുണ്ട്. പി ക്യു ലിമിറ്റഡിന്റെ ജേണൽ എൻട്രി ഇതാണ് വരുന്നത്. പി ക്യു ലിമിറ്റഡിന്റെ ജേണൽ എൻട്രി നോക്കാം. പ്രിഫറൻസ് ഷെയർസ് 1,50,000, പിന്നെ ഇക്വിറ്റി ഷെയർസ് 3,60,000. ഇനി എന്തോ ഒരു ഞാൻ പറഞ്ഞു 5,10,000 ഇവിടെ നിന്ന് വന്നത്. 5,10,000 നമ്മളെ പർച്ചേസ് കൺസിഡറേഷൻ പേജ് ചെയ്യുന്നതിൽ 5,10,000. പി ക്യു ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞൊരു ജേണൽ എൻട്രി നമ്മൾ ഇതിൽ ജേണൽ എൻട്രി ഇല്ലേ, പി ക്യു ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ 5,10,000, ടു റിയലൈസേഷൻ 5,10,000 നോക്കാം. നമ്മളെ ടു റിയലൈസേഷൻ 5,10,000. ഓക്കെ, അങ്ങനെയാണ് ഈ പി ക്യു ലിമിറ്റഡ് എന്ന് പറയുന്ന അക്കൗണ്ട് വന്നത്. ഇത് ബോത്ത് ടാലിയോ. ദെൻ നെക്സ്റ്റ് വൺ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് വരിക. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ പറയുന്ന ജേണൽ എൻട്രി നോക്കാം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്നല്ലേ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,20,000, റിയലൈസേഷൻ 1,20,000 30,000 നമ്മൾ എന്ത് ചെയ്യും ലെഡ്ജറിലേക്ക് വരും. 1,20,000 30,000 1,20,000 ആണ് കേട്ടത്. 1,30,000 അല്ല, 1,20,000 ആണ്. ടൈപ്പ് മിസ്റ്റേക്ക്. 1,20,000 30,000 1,50,000 വന്നു. ദെൻ പ്രിഫറൻസ് ഷെയർസ് ഇൻ പി ക്യു ലിമിറ്റഡ് ബാക്കിയുള്ളത് 1,50,000. ഇതൊക്കെ ജേണൽ എൻട്രി പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ പ്രിഫറൻസ് ഷെയർസ് ഇൻ പി ക്യു ലിമിറ്റഡ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജേണൽ എൻട്രി കാണിച്ചു തരാം. ജേണൽ എൻട്രിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പ്രിഫറൻസ് ഷെയർസ് ഇൻ പി ക്യു ലിമിറ്റഡ് ദിസ് വൺ 1,50,000. ജേണൽ എൻട്രിയിലുള്ള എമൗണ്ട് ഒക്കെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ 1,50,000 ബാലൻസ് ഫിഗർ കിട്ടി. 1,50,000 ബാലൻസ് ഫിഗർ കിട്ടി. അപ്പൊ ആ 1,50,000 ആണ് ആ ബാലൻസ് ഫിഗർ ആണ് നമ്മൾ എന്ത് ചെയ്തത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്, ജേണൽ എൻട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 1,50,000 പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർസ് ഇൻ പി ക്യു ലിമിറ്റഡ്. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഫിഗർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഏതൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിൽ നമുക്ക് നോക്കാം. ജേണൽ എൻട്രിയിലേക്ക് വരികയാണെങ്കിൽ ഈ 4 കാര്യങ്ങളും ഇക്വിറ്റി ഷെയർ ഹോൾഡറിലേക്ക് പോകുന്നതാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,40,000, ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ 4 കാര്യങ്ങളും ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ്. അതായത് 4,80,000 രൂപ, 2,40,000, 80,000, 1,20,000, 40,000 രൂപയും, 2,40,000, 80,000, 1,20,000, 40,000 രൂപ, 4,80,000 രൂപ ഇക്വിറ്റി ഷെയർ ഹോൾഡറിലേക്ക് പോകുന്നതാണ്. ദെൻ റിയലൈസേഷൻ അക്കൗണ്ടിലെ ബാലൻസിംഗ് ഫിഗർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞിരുന്നത്, റിയലൈസേഷൻ അക്കൗണ്ടിലെ ബാലൻസിംഗ് ഫിഗർ നമ്മൾ എങ്ങോട്ടാ പോവാ, ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് പോവാം. അതിന്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കാണിക്കണം, 1,20,000 കാണിക്കണം. ബാക്കിയുള്ള എമൗണ്ട് ബാലൻസ് ഫിഗർ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ ട്രാൻസ്ഫർ എമൗണ്ടിനായിട്ട് നമ്മൾ ഉപയോഗിക്കും. 3,60,000 ആ ഫൈനൽ ജേണൽ എൻട്രിക്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് അറ്റ് ഇക്വിറ്റി ഷെയർസ് ഇൻ പി ക്യു ലിമിറ്റഡ്. ഓക്കെ, 3,60,000 രൂപ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടി അല്ലേ, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത്രയും ജേണൽ എൻട്രികളാണ് പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത്. എന്തൊക്കെ ജേണൽ എൻട്രികളാണ്? ഫസ്റ്റ് വൺ പർച്ചേസ് കൺസിഡറേഷൻ, ഫസ്റ്റ് വൺ റിയലൈസേഷൻ അക്കൗണ്ട് ടു വേരിയസ് അസറ്റ്സ്, ദെൻ വേരിയസ് ലാബിലിറ്റീസ് അക്കൗണ്ട് ടു റിയലൈസേഷൻ, ദെൻ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന സമയത്ത് ട്രാൻസ്ഫർ ഈ കമ്പനി അക്കൗണ്ട് ടു റിയലൈസേഷൻ, ദെൻ പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ടു ട്രാൻസ്ഫർ ഈ കമ്പനി, ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിസർവ് ഒക്കെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി കിട്ടുന്ന ബാക്കിയുള്ള 3 ജേണൽ എൻട്രികൾ നമ്മുടെ ലെഡ്ജർ വരക്കുമ്പോൾ കിട്ടുന്ന ജേണൽ എൻട്രികളാണെന്ന് മനസ്സിലാക്കാം. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു റിയലൈസേഷൻ എമൗണ്ടിന്റെ ബാലൻസിംഗ് ഫിഗർ, ബാലൻസ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് പോകും. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഫൈനലി നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്, നമ്മുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് പോകും. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് പ്രിഫറൻസ് ഷെയർസ് ഇൻ പി ക്യു ലിമിറ്റഡ്, പ്രിഫറൻസ് ഷെയർസ് ഇൻ ട്രാൻസ്ഫർ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഇക്വിറ്റി ഷെയർസ് ഇൻ ട്രാൻസ്ഫർ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത്ര മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മളപ്പോൾ പി ലിമിറ്റഡിന്റെ ജേണൽ എൻട്രീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മോർ ദാൻ 30 minutes ടേക്കൺ. ഓക്കെ, മോർ ദാൻ 30 minutes ആയി ടേക്കൺ. വാട്ട് ഐ ഡു, ബിഗ് പ്രോബ്ലം. Then we take into consideration the journal entry of Q Limited. Another transfer കമ്പനിയാണ് Q Limited എന്ന് പറയുന്നത്. ജേണൽ എൻട്രി ഓഫ് Q Limited. ഓക്കെ, Q Limitedന്റെ ജേണൽ എൻട്രി ആണ് നമുക്ക് നോക്കാനുള്ളത്. Q Limited സെയിം വേയിൽ നിങ്ങൾക്ക് ഇതും കൂടെ ചെയ്യാം. ഫസ്റ്റ് വൺ റിയലൈസേഷൻ അക്കൗണ്ട് ടു വേരിയസ് അസെറ്റ്,
വേരിയസ് അസറ്റ്സ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വേരിയസ് അസറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു സെയിം വേയിൽ റിയലൈസേഷൻ അക്കൗണ്ട് ടു വേരിയസ് അസറ്റ്സ് ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് കറന്റ് അസറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് ക്യാഷ് ബാലൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു സെയിം വേയിൽ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ എടുത്തു റിയലൈസേഷൻ അക്കൗണ്ട് ടു വേരിയസ് അസറ്റ്സ്. ഓക്കെ ദെൻ ഓക്കെ then various liabilities accounted to realization same amount Q limited എടുക്കുന്നു മാത്രമേ ഉള്ളൂ ഇവിടെ amount Q limited എടുക്കുന്നു മാത്രമേ ഉള്ളൂ P limited amount നമ്മൾ അവിടെ എടുക്കും Q limited amount ഇവിടെ എടുക്കും. then purchase consideration due ആവുന്ന സമയത്ത് transferee company accounted to realization that is PQ limited accounted to realization. purchase consideration amount നമുക്ക് നോക്കാം. purchase consideration amount എത്ര വരിക നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത purchase consideration ആണ്. Q limited purchase consideration എത്ര വരിക 3,40,000 ആണ് വരിക 3,40,000 ആണ് വരിക 3,40,000 PQ limited accounted to realization that is transferee company accounted to realization purchase consideration due ആവുന്ന സമയത്ത്. ഇനി purchase consideration റിസീവ് ചെയ്യുന്ന സമയത്തോ പ്രിഫറൻസ് ഷെയർ ആയിട്ട് 1,00,000 പിന്നെ ഇക്വിറ്റി ഷെയർ ആയിട്ട് 2,40,000 അങ്ങനെയാണ് 3,40,000 വന്നിട്ടുള്ളത്. ഓക്കെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തതാണ് 1,00,000 പ്രിഫറൻസ് ഷെയർ ആയിട്ടും 2,40,000 രൂപ ഇക്വിറ്റി ഷെയർ ആയിട്ടുമാണ് ലഭിച്ചിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ ആ എമൗണ്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ സെയിം വേയിൽ തന്നെ നമുക്ക് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യാം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇവിടെ എത്രയാണ് വരുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ പറയുന്ന 80,000 രൂപയാണ് ബാലൻസ് ഷീറ്റിൽ പറയുന്നത് 80,000 രൂപയാണ് പറയുന്നത്. പക്ഷേ പ്രീമിയത്തിനാണ് വിൽക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ 125 പ്രീമിയത്തിനാണ് വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 125 പ്രീമിയത്തിന് വിൽക്കുന്ന സമയത്ത് 125 into 800 ഷെയർസ് അല്ലേ 800 ഷെയർസ് അല്ലേ അപ്പോൾ 1 lakh ആണല്ലോ കിട്ടുക. അവിടെ 20,000 എക്സ്ട്രാ കിട്ടിയില്ലേ 20,000 എക്സ്ട്രാ കിട്ടിയില്ലേ ആ 20,000 നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോകും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെ ക്ലോസ് ചെയ്യുക പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിലേക്ക് പോയി. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതേപോലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് 1,60,000 ക്യാപിറ്റൽ റിസർവ് 60,000 ജനറൽ റിസർവ് 60,000 ക്യൂ ലിമിറ്റഡിന്റെ എമൗണ്ട് ജസ്റ്റ് ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000 ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുക 3,00,000 രൂപ. ദെൻ ഈക്വിറ്റി ഷെയർ ഹോൾഡർ ഇനി നമുക്കുള്ള ബാലൻസ് ഒക്കെ എങ്ങനെയാണ് ലെഡ്ജർ വരക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ 3 ജേണൽ എൻട്രിയിലെ ബാലൻസും ലെഡ്ജർ വരക്കുമ്പോൾ കിട്ടുന്ന ബാലൻസ് ഫിഗർ ആണ് ഈ 3 ജേണൽ എൻട്രിയിലെ ബാലൻസും. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസ് എഴുതി ഫിക്സഡ് അസറ്റ് സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ നമ്മൾ സെയിം വേയിൽ തന്നെ ഇവിടെ എഴുതി അതിന്റെ ബാലൻസിംഗ് ഫിഗർ നമ്മൾ എന്ത് ചെയ്തു PQ ലിമിറ്റഡിന്റെ സെയിം പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന്റെ ബാലൻസിംഗ് ഫിഗർ അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ ബാലൻസിംഗ് ഫിഗർ ഒക്കെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്തു ബാലൻസിംഗ് ഫിഗർ ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം കുറേ സമയം എടുക്കും ഇത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് മോർ ദാൻ 1 hour വിൽ ബി ടേക്കൺ. ഓക്കെ പ്ലീസ് വെയിറ്റ്. അപ്പോൾ നമുക്ക് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ജേണൽ എൻട്രിയിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ജേണൽ എൻട്രിയിൽ ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് ടു വേരിയസ് അസറ്റ്സ് റിയലൈസേഷൻ അക്കൗണ്ട് ടു ഫിക്സഡ് അസറ്റ് സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എങ്ങനെയാണ് വന്നത് നോക്ക് ജേണൽ എൻട്രിയിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വരുന്ന please wait. Yes, preference share holders എങ്ങനെ 20,000 നമ്മൾ എടുത്തത് 1,00,000 രൂപയായിരുന്നു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നത്. സോ 80,000 രൂപയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് പ്രീമിയത്തിനായിരുന്നല്ലോ വിറ്റിരുന്നത്. പ്രീമിയത്തിന് വിറ്റപ്പോൾ അത് എത്രയായിരുന്നു മാറിയതാണെന്ന് 1,00,000 ബാക്കിയുള്ള 20,000 രൂപയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ ബാക്കിയുള്ള 20,000 രൂപയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ദെൻ സെക്യൂർഡ് ലോൺ ട്രേഡ് ക്രെഡിറ്റേഴ്സ് പ്രൊവിഷൻ ഫോർ ടാക്സ് ജസ്റ്റ് ക്യൂ ലിമിറ്റഡിന്റെ എമൗണ്ട് മാത്രം നമ്മൾ ഇവിടെ എടുത്താൽ മതി. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ ക്യൂ ലിമിറ്റഡിന്റെ പർച്ചേസ് കൺസിഡറേഷൻ എത്ര വരുന്നത് മൂന്നാമത്തെ ജേണൽ എൻട്രിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് 3,40,000. നമ്മൾ ആദ്യം തന്നെ ജേണൽ എൻട്രിയിൽ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിച്ചത് പർച്ചേസ് കൺസിഡറേഷൻ ആണ് 3,40,000 ആണ് ക്യൂ ലിമിറ്റഡിന്റെ വരിക 3,40,000 ആണ് വരിക. അപ്പോ യെസ് 3,40,000 പർച്ചേസ് കൺസിഡറേഷൻ. ദെൻ ഇക്വിറ്റി ബാക്കിയുള്ള ബാലൻസ് ഫിഗർ എങ്ങോട്ട് പോയി ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് പോയി. സെയിം വേയിൽ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നത്. പി ലിമിറ്റഡിന്റെ സെയിം വേയിൽ തന്നെയാണ് ക്യൂ ലിമിറ്റഡ് വരിക. ദെൻ പി ക്യൂ ലിമിറ്റഡിന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ജേണൽ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിട്ട് വരാം. പ്രിഫറൻസ് ഷെയർ ഇൻ പി ക്യൂ ലിമിറ്റഡ് ഇക്വിറ്റി ഷെയർസ് ഇൻ പി ക്യൂ ലിമിറ്റഡ് 1,00,000 2,40,000 1,02,40,000 ജേണൽ എൻട്രിയിൽ നിങ്ങൾക്ക് കാണാം. പ്രിഫറൻസ് ഷെയർസ് ഇൻ പി ക്യൂ ലിമിറ്റഡ് ഇക്വിറ്റി ഷെയർസ് ഇൻ പി ക്യൂ ലിമിറ്റഡ് അക്കൗണ്ട് ടു പി ക്യൂ ലിമിറ്റഡ്
അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രിഫറൻസ് ഷെയർസ് 1 ലക്ഷം, ആ ജേണൽ എൻട്രിയിലെ എമൗണ്ട് ജസ്റ്റ് ഇവിടെ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇക്വിറ്റി ഷെയർസ് 2,40,000, ടോട്ടൽ 3,40,000. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. 80,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്, 1 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. റിയലൈസേഷനിൽ 20,000. അപ്പോൾ 1 ലക്ഷം രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമുക്കിതൊക്കെ ജേണൽ എൻട്രി തന്നെ കാണാം കേട്ടോ. ജേണൽ എൻട്രി തന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് എഴുതാവുന്നതേ ഉള്ളൂ, ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ജേണൽ എൻട്രി നിങ്ങളോട് സാധാരണഗതിയിൽ ജേണൽ എൻട്രികൾ അങ്ങനെ ചോദിക്കാറില്ല, ഡയറക്റ്റ് ലെഡ്ജറിലേക്കാണ് പോകാറുള്ളത്. എന്തായാലും കുഴപ്പമില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ഇതൊക്കെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്തതാണ്. അതൊക്കെ എടുക്കുക. ടോട്ടൽ 3 ലക്ഷം രൂപയാണ് വരിക. അതിൽ റിയലൈസേഷൻ ലോസ് ആയിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. റിയലൈസേഷൻ ലോസ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് 60,000 രൂപ ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ റിയലൈസേഷനിലെ ബാലൻസ് ഫിഗർ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്കാണ് പോവുക. ദെൻ ഇക്വിറ്റി ഷെയർസ് ഇൻ PQ ലിമിറ്റഡ് ബാലൻസ് ഫിഗർ 2,40,000 രൂപ. ഇവിടെ 1 ലക്ഷം രൂപയും നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ ജേണൽ എൻട്രിയിലേക്ക് എടുക്കും. ഫൈനൽ ജേണൽ എൻട്രി രണ്ടും ബാലൻസ് ഫിഗർ ആണ്. 1 ലക്ഷം 2,40,000. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഇൻ PQ ലിമിറ്റഡ്, ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർസ് ഇൻ PQ ലിമിറ്റഡ്. Okay, this one was the journal entries. Then we completed the journal entries. Then we move on the transferee company books of accounts. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ട്രാൻസ്ഫറി കമ്പനീൻ്റെ അഡ്ജസ്റ്റഡ് റിസർവും അതുപോലെ തന്നെ അതിന്റെ ജേണൽ എൻട്രിയും അതിന്റെ ബാലൻസ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റഡ് ആയി. Within 20 minutes I completed this. Okay, please wait. Within 20 minutes I will be completed this. ഓക്കെ, ഇനി ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്ക്. നമ്മൾ ട്രാൻസ്ഫർ കമ്പനി ആയിട്ടുള്ള P ലിമിറ്റഡിന്റെയും Q ലിമിറ്റഡിന്റെയും ബുക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്തു. നമ്മൾ ട്രാൻസ്ഫറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ അതിന്റെ ജേണൽ എൻട്രീസും ലെഡ്ജേഴ്സും ഒക്കെ. ദെൻ ട്രാൻസ്ഫറി കമ്പനി ഇവിടെ ഏതാണ്, PQ ലിമിറ്റഡ് ആണ് നമുക്കറിയാം. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അഡ്ജസ്റ്റഡ് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യണം. അഡ്ജസ്റ്റഡ് റിസർവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബോത്ത് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ആഡ് ചെയ്യുക. 3,60,000, 2,40,000. അതെങ്ങനെ നമുക്ക് കിട്ടിയത്, നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള കമ്പൈൻഡ് എമൗണ്ട് ആണ് ഇവിടെ എടുക്കുക. 3,60,000 എങ്ങനെ നമുക്ക് ഇവിടെ കിട്ടിയത്, 3,60,000. വെയിറ്റ് please wait, I will be explain. Yes. Okay. Yes, this one. 2,40,000 plus 1,20,000. എത്ര കിട്ടാ, 3,40,000. Both equity and preference share capital 3,40,000 plus 1,60,000 plus 80,000. ഇക്വിറ്റിയും പ്രിഫറൻസും നമ്മൾ എന്ത് ചെയ്ത് കൂട്ടുന്നു, 2,40,000, 1,60,000 പ്ലസ് 80,000, 2,40,000. 2,40,000 പ്ലസ് 1,20,000, 3,60,000. 3,60,000 2,40,000 പ്ലസ് 1,20,000, 3,60,000, 1,60,000 പ്ലസ് 80,000, 2,40,000. ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് എന്ത് ചെയ്തു, നമ്മൾ ആഡ് ചെയ്തു. 3,60,000, 2,40,000 P ലിമിറ്റഡിന്റെയും Q ലിമിറ്റഡിന്റെയും നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ 5,10,000, 3,40,000. 5,10,000, 3,40,000 എങ്ങനെ വരിക, പർച്ചേസ് കൺസിഡറേഷനിലേക്ക് പോവാം. 5,10,000 ആണ് P ലിമിറ്റഡിന്റെ, Q ലിമിറ്റഡിന്റെ 3,40,000 ആണ്. അത് നമ്മൾ എടുത്തു, ബോത്ത് കമ്പൈൻഡ് എടുത്തു. ഇവിടെ കമ്പൈൻഡ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ 5,10,000, 3,40,000 കിട്ടി. അപ്പോൾ ഇതിന്റെ ടോട്ടൽ 1,00,000 ഇതിന്റെ ഡിഫറൻസ് ഇതിന്റെ മൈനസ് ചെയ്യുക. 5,10,000 മൈനസ് 3,60,000, 1,50,000. ദെൻ 2,40,000 3,40,000 ഡിഫറൻസ് 1,00,000.
അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇനി ആഡ് ചെയ്യുക 1,50,000 1 ലക്ഷം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2,50,000 കിട്ടി. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ആദ്യം ചെയ്യുക. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ കമ്പൈൻഡ് എടുത്തു, അത് ഇക്വിറ്റി പ്രിഫറൻസും പി ലിമിറ്റഡ് കൂട്ടിയപ്പോൾ 3,60,000 കിട്ടി, ക്യൂ ലിമിറ്റഡ് 2,40,000 കിട്ടി. പർച്ചേസ് കൺസിഡറേഷൻ പി ലിമിറ്റഡ് 5,10,000, ക്യൂ ലിമിറ്റഡ് 3,40,000 കിട്ടി. ഇനി ഇത് നമ്മൾ ഡിഫറൻസ് നോക്കാം. 3,60,000 5,10,000 നമ്മുടെ ഡിഫറൻസ് 1,50,000, 2,40,000 3,40,000 തമ്മിലുള്ള ഡിഫറൻസ് 1,00,000. ഓക്കെ, ഇനി ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുക. ഇതിന്റെ ഡിഫറൻസ് ആദ്യം കുറച്ചതിന് ശേഷം പിന്നീട് ആഡ് ചെയ്യുക. 1,50,000 1,00,000 നമ്മൾ കൂടുന്ന സമയത്ത് 2,50,000 കിട്ടിയേ. ഇനി 2,50,000 കൂടെ ഒരു റിസർവ് കൂടെ നമ്മൾ കുറക്കണം. റിസർവ് എന്ന് പറയുമ്പോൾ 80,000 60,000 എങ്ങനെ എമൗണ്ട് വരും? 80,000 60,000 ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. റിസർവ് ഏതൊക്കെയാണെന്ന് നോക്കാം. റിസർവ് ആൻഡ് സർപ്ലസ് ഓഫ് ക്യാപിറ്റൽ റിസർവ് 80,000, ക്യൂ ലിമിറ്റഡിന്റെ 60,000. 80,000 60,000 1,40,000. 1,40,000 വന്നെങ്ങനെയാണെന്ന് മനസ്സിലായോ? 1,40,000 ക്യാപിറ്റൽ റിസർവ് 80,000 60,000 1,40,000 കൂടെ 2,50,000 നിന്ന് കുറച്ചപ്പോൾ 1,10,000 കിട്ടി. ഇത്രയും കിട്ടിയത് മനസ്സിലാക്കാം. ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റിയും പ്രിഫറൻസും പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും കണ്ടുപിടിച്ചു. 3,60,000 ഇക്വിറ്റിയും പ്രിഫറൻസും പി ലിമിറ്റഡിന്റെ കൂട്ടിയപ്പോൾ 3,60,000 കിട്ടി, ക്യൂ ലിമിറ്റഡിന്റെ 2,40,000 കിട്ടി. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ പി ലിമിറ്റഡിന്റെ 5,10,000 ക്യൂ ലിമിറ്റഡിന്റെ 3,40,000. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ആണ്, മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് ചെയ്തപ്പോൾ 1,50,000, ഇവിടെ ഒരു 0 എക്സ്ട്രാ ആണ്, 1,50,000 ഇവിടെ മൈനസ് ചെയ്തപ്പോൾ 1,00,000 കിട്ടി. ഇനി ഈ മൈനസ് ചെയ്തതിന് ഈ രണ്ട് ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യുക. അപ്പൊ 2,50,000 ടോട്ടൽ കിട്ടി. ഈ 2,50,000 നിന്ന് ക്യാപിറ്റൽ റിസർവ് എന്ത് ചെയ്യുക? കുറക്കുക. ക്യാപിറ്റൽ റിസർവ് 80,000, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 80,000 60,000 ഉണ്ട്, അത് കുറച്ചാൽ മതി, ജസ്റ്റ് കുറച്ചാൽ മതി. 80,000 60,000 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 1,40,000 അതിൽ നിന്ന് കുറക്കുകയാണ്. 1,40,000 അതിൽ നിന്ന് കുറച്ചപ്പോൾ 1,10,000 കിട്ടി. ഇത് മൈനസ് ചെയ്തപ്പോൾ 1,10,000 കിട്ടി. ഓക്കെ, ഇനി ജനറൽ റിസർവ് എമൗണ്ടിൽ എത്രയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കാം. 1,10,000 ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയ ഫിഗർ. ഈ ഫിഗർ നമ്മൾ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ജനറൽ റിസർവിന്റെ ബാലൻസ് ഇവിടെ ബാലൻസ് ഷീറ്റിൽ നോക്കാം. ജനറൽ റിസർവ് നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ തോന്നും, ബട്ട് 1-2 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ജനറൽ റിസർവ് എടുക്കാം. ജനറൽ റിസർവ് 1,20,000 60,000 വരുന്നത്. 1,20,000 1,60,000 എത്ര വരും? 1,80,000 വരില്ലേ? കമ്പൈൻ ചെയ്യുന്ന സമയത്ത് 1,80,000 വരൂലേ? 1,80,000 വരൂലേ? 1,20,000 ജനറൽ റിസർവ് പിന്റെയും 60,000 ക്യൂ ലിമിറ്റഡിന്റെയും കൂട്ടുമ്പോൾ 1,80,000 വരൂലേ? 1,80,000 വരില്ല. 1,80,000 ആ 1,80,000 നമുക്ക് ഇപ്പൊ കിട്ടിയ 1,10,000 കുറക്കുക. 1,80,000 1,80,000 1,20,000 60,000 1,20,000 പി ലിമിറ്റഡ് 60,000 ക്യൂ ലിമിറ്റഡ് 1,80,000 1,10,000 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഫിഗർ 70,000 രൂപയാണ്. നമ്മൾ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റഡ് ഫിഗർ എന്ന് പറയുക. 70,000 രൂപയാണ് അഡ്ജസ്റ്റഡ് ഫിഗർ എന്ന് പറയുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ദെൻ ട്രാൻസ്ഫറി കമ്പനിയിൽ ആദ്യം ചെയ്യുന്നത് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ലിക്വിഡേറ്റർ ഓഫ് പി ലിമിറ്റഡ് ക്യൂ ലിമിറ്റഡ്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു പി ലിമിറ്റഡ് ക്യൂ ലിമിറ്റഡ്. ബിസിനസ് പർച്ചേസ് എന്താ? പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട്. പർച്ചേസ് കൺസിഡറേഷൻ കമ്പൈൻഡ് എമൗണ്ട് ആണ് 8,50,000 എന്ന് പറയുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ പിന്റെയും ക്യൂവിന്റെയും ആഡ് ചെയ്യുമ്പോഴാണ് 8,50,000 വരുന്നത്. നോക്കാം. പർച്ചേസ് കൺസിഡറേഷൻ പിന്റെ 5,10,000 ക്യൂവിന്റെ 3,40,000 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 8,50,000 വരുന്നത്. 8,50,000 വരുന്നത്. അതാണ് നമ്മളിവിടെ 8,50,000 എടുത്തത്. 5,10,000 പി ലിമിറ്റഡിന്റെയും 3,40,000 ക്യൂ ലിമിറ്റഡിന്റെയും. ദെൻ അസറ്റുകളൊക്കെ ഇത് ട്രാൻസ്ഫറി കമ്പനിയാണ്. ട്രാൻസ്ഫറി കമ്പനിയിലെ അസറ്റൊക്കെ നോർമൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് വരിക. അസറ്റൊക്കെ ഡെബിറ്റ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് ഡെബിറ്റ് ചെയ്യുക, സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യുക, ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ഡെബിറ്റ് ചെയ്യുക. ഇതൊക്കെ കമ്പൈൻഡ് എമൗണ്ട് ആണ്. അതാണ് ഇവിടെ പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും കൂട്ടിയതാണ്. ഇവിടെ എങ്ങനെയാണ് ഫിക്സഡ് അസറ്റ് 6,60,000 വന്നത്? ഫിക്സഡ് അസറ്റിന്റെ ബാലൻസ് ഷീറ്റിലെ പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും രണ്ടും കൂടെ കൂട്ടിയ എമൗണ്ട് ആണ്. പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും 4,00,000 2,60,000 കൂടെ കൂട്ടണം. രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് കിട്ടുന്ന ഫിഗർ ആണ് വരിക. ഓക്കെ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. 1,60,000 60,000 2,20,000. അതുപോലെ തന്നെ സ്റ്റോക്കും ആഡ് ചെയ്യുക, രണ്ടെണ്ണം ആഡ് ചെയ്യുക. ഡെപ്റ്റേഴ്സും അതുപോലെ തന്നെ 2 പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും ആഡ് ചെയ്യുക. ക്യാഷ് ആൻഡ് ബാങ്കും ആഡ് ചെയ്യുക. ഇത്രയും ആഡ് ചെയ്യണം. രണ്ട് ഫിഗറും തമ്മിൽ ആഡ് ചെയ്യണം, കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ഫിഗർ ആണല്ലോ നമ്മൾ അമാൽഗമേഷൻ കഴിഞ്ഞതിന് ശേഷം വരിക. അതാണല്ലോ ട്രാൻസ്ഫറി കമ്പനിയിൽ വരുന്നത്. കമ്പൈൻഡ് ഫിഗർ ആണ് ട്രാൻസ്ഫറി കമ്പനിയിൽ വരിക. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ വരിക. ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇത്രയും വരിക. ദെൻ അതേപോലെ തന്നെ ലാബിലിറ്റി ആഡ് ചെയ്യുക. സെക്യൂർഡ് ലോൺ 2,40,000, ട്രേഡ് ക്രെഡിറ്റേഴ്സ് 1,60,000, പ്രൊവിഷൻ ഫോർ ടാക്സ് 1,00,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000, ബിസിനസ് പർച്ചേസ് 8,50,000. അതുപോലെ തന്നെ ജനറൽ റിസർവ് നമുക്കിപ്പോൾ ബാലൻസ് ആയിട്ട് കിട്ടിയ 70,000 രൂപയും.
ജനറൽ റിസർവ് 70,000 രൂപ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ആഡ് ചെയ്തത്? ട്രേഡ് ക്രെഡിറ്റ് സെക്യൂർഡ് ലോൺ എങ്ങനെയാണ് 2,40,000 കിട്ടിയത്? രണ്ടും കൂടെ ആഡ് ചെയ്തതാണ്. പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും ആഡ് ചെയ്യുക. പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും ആഡ് ചെയ്യുക. പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും ആഡ് ചെയ്യുക. നോട്ട് ദാറ്റ് ലാബിലിറ്റി സൈഡിലേക്ക് പോവാം. സെക്യൂർഡ് ലോൺ 1,60,000, 80,000 കൂടെ ആഡ് ചെയ്യുക. ദെൻ ട്രേഡ് ക്രെഡിറ്റേഴ്സ് 1,20,000, 40,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,60,000. പ്രൊവിഷൻ ഫോർ ടാക്സ് 80,000, 20,000 ആഡ് ചെയ്യുമ്പോൾ 1,20,000. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് കമ്പൈൻഡ് ഫിഗർ ആണ് നമ്മളിവിടെ എടുക്കുക. കമ്പൈൻഡ് ഫിഗർ ആണ് നമ്മളിവിടെ എടുക്കുക. ഓക്കെ, കമ്പൈൻഡ് ഫിഗർ ആണ് നമ്മളിവിടെ എടുക്കുക. അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ദിസ് വൺ. കമ്പൈൻഡ് ഫിഗർ ഓഫ് അസറ്റ് ആൻഡ് കമ്പൈൻഡ് ഫിഗർ ഓഫ് ലാബിലിറ്റി ടു പർച്ചേസ് ബിസിനസ് പർച്ചേസ്. ഇതിന് ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? അസറ്റ് അക്കൗണ്ട് ടു ലാബിലിറ്റി ടു ബിസിനസ് പർച്ചേസ് ടു ജനറൽ റിസർവ്. അതാണ് അതിന്റെ ജേണൽ എൻട്രി വരിക. ടു ബിസിനസ് പർച്ചേസ് എന്താ? ടോട്ടൽ ഓഫ് ദിസ് വൺ. ദാൻ ദ ജനറൽ റിസർവ് ഈസ് അഡ്ജസ്റ്റഡ് ഫിഗർ. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത അഡ്ജസ്റ്റഡ് ഫിഗർ ആയിട്ടുള്ള 70,000 രൂപ. ഓക്കെ, ജനറൽ റിസർവും വന്നു. ദെൻ ലിക്വിഡേറ്റേഴ്സ് ഓഫ് പി ലിമിറ്റഡ്, അതായത് പി ലിമിറ്റഡിന്റെ പർച്ചേസ് കൺസിഡറേഷൻ ക്യൂ ലിമിറ്റഡിന്റെ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുക. പി ലിമിറ്റഡിന്റെ പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് എത്ര വരിക? 5,10,000. ക്യൂ ലിമിറ്റഡിന്റെ 3,40,000. ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് അവർ എത്ര കൊണ്ടുവരുന്നത്? wait. This journal entry is wait. Please wait. Yes. Okay. 5,10,000 പി ലിമിറ്റഡിന്റെ പർച്ചേസ് കൺസിഡറേഷൻ, ക്യൂ ലിമിറ്റഡിന്റെ 3,40,000. ദെൻ 2,50,000 പ്രിഫറൻസ് ഷെയർസ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. പ്രിഫറൻസ് ഷെയർസ് ആണ് കൊണ്ടുവരുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ പ്രധാനമായിട്ട് പർച്ചേസ് കൺസിഡറേഷനിലേക്ക് വരാം. പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് 1,50,000 1,00,000 പ്രിഫറൻസ് ഷെയർ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. പി ലിമിറ്റഡ് 1,50,000, ക്യൂ ലിമിറ്റഡ് 1,00,000. അങ്ങനെയാണ് 2,50,000 അവിടെ വന്നിട്ടുള്ളത്. ദെൻ 3,60,000 2,40,000 അടക്കം 6 ലക്ഷം ഇക്വിറ്റി ഷെയർ ആയിട്ടും ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പി ലിമിറ്റഡ് ക്യൂ ലിമിറ്റഡ് കമ്പൈൻ ചെയ്യുമ്പോൾ പി ലിമിറ്റഡിന്റെ പ്രിഫറൻസ് ഷെയർ 2,50,000, പി ലിമിറ്റഡിന്റെ ഇക്വിറ്റി ഷെയർ 6 ലക്ഷമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ വന്ന ജേണൽ എൻട്രി. മൂന്നാമത് വന്ന ജേണൽ എൻട്രി നോക്കാം. ദാറ്റ് ഈസ് പി ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു പി ലിമിറ്റഡ് 5,10,000, ക്യൂ ലിമിറ്റഡ് 3,40,000. അതിൽ പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൊണ്ടുവന്ന് 2,50,000 കമ്പൈൻ ചെയ്തത്, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊണ്ടുവന്നത് 6 ലക്ഷം കമ്പൈൻ ചെയ്തത്, പി ലിമിറ്റഡിന്റെയും ക്യൂ ലിമിറ്റഡിന്റെയും കമ്പൈൻ ചെയ്തത്. ഓക്കെ, that we get. Then be the balance sheet of transferee company, that is balance sheet of PQ Limited. ജസ്റ്റ് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാലൻസ് ഷീറ്റ് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ബാലൻസ് ഷീറ്റ് ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ലാബിലിറ്റി സൈഡിൽ ഞാൻ ഇവിടെ വെർട്ടിക്കൽ ഫോർമുല കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ലാബിലിറ്റി എന്ന് എഴുതാം, ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ലാബിലിറ്റിയിൽ വരിക ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം. എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം വന്നത് എന്ന് നോക്കുക. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് 2 ലക്ഷം വന്നത്? അത് കുഴപ്പമില്ല. അത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഞാൻ ഓർഡർ ഇവിടെ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുത്തോളൂ കേട്ടോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുത്തോ. ഞാൻ ഇവിടെ ആദ്യം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് കൊടുത്തിട്ടുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് 4 ലക്ഷം വന്നിട്ടുള്ളത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് 4 ലക്ഷം വന്നിട്ടുള്ളത്? നമ്മുടെ കമ്പൈൻഡ് ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,40,000 ഉണ്ട്, 1,60,000 ഉണ്ട്. അത് ടോട്ടലാണ് എന്ത് ചെയ്തത്? കമ്പൈൻ ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്? 4 ലക്ഷം കിട്ടിയിട്ടുള്ളത്. 2,40,000 1,60,000. അതേസമയം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,20,000 80,000 കൂടെ കമ്പൈൻ ചെയ്താണ് 2 ലക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ 2 ലക്ഷം കമ്പൈൻ ചെയ്തത്, പിന്റെയും ക്യൂവിന്റെയും ഇക്വിറ്റി ഷെയർ 4 ലക്ഷം കമ്പൈൻ ചെയ്തത്. ദെൻ റിസർവ് ആൻഡ് സർപ്ലസ്. ഫസ്റ്റ് വൺ റിസർവ് ആൻഡ് സർപ്ലസിൽ വരാം. ജനറൽ റിസർവ് 70,000. അത് നിങ്ങൾക്ക് അറിയാലോ. ജനറൽ റിസർവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ഫിഗർ ആണ് 70,000. ദെൻ റിസർവ് ആൻഡ് സർപ്ലസ് സെക്യൂരിറ്റി പ്രീമിയം അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് 2,50,000. അതെങ്ങനെ കിട്ടി? ക്യാപിറ്റൽ റിസർവ് 2,50,000 എങ്ങനെ കിട്ടി നോക്കാം. ക്യാപിറ്റൽ റിസർവ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പറയുന്ന എമൗണ്ട് 80,000 60,000 അല്ലേ? ബാലൻസ് ഷീറ്റിൽ പറയുന്നത് 80,000 60,000 അല്ലേ? ക്യാപിറ്റൽ റിസർവ് 80,000 60,000 അല്ലേ? ടോട്ടൽ എത്രയായി? 1,40,000 ആയില്ലേ? 80,000 60,000 പ്ലസ് ചെയ്യുമ്പോൾ 1,40,000 ആയില്ലേ? ഇതിന്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഫിഗർ കൂടെ ആഡ് ചെയ്യണം. ആ ഫിഗർ ഏതാണ്? 1,10,000. 80,000 60,000 കൂടെ അതിന്റെ കൂടെ 1,10,000 കൂടെ ആഡ് ചെയ്യണം. 80,000 60,000 നമുക്ക് ക്യാപിറ്റൽ റിസർവ് ആണെന്ന് പറയാം. അതിന്റെ കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫിഗർ ആയിട്ട് കിട്ടിയിട്ടുള്ള 1,10,000 കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യണം.
ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ 2,50,000 വന്നത്. ജനറൽ റിസർവ് 70,000 എങ്ങനെയാണ് വന്നത്? ജനറൽ റിസർവ് ഇവിടെ നമ്മളിവിടെ കണ്ടുപിടിച്ച 70,000, അഡ്ജസ്റ്റഡ് ഫിഗർ നേരത്തെ കണ്ടുപിടിച്ച 70,000 വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ സെക്യൂർഡ് ലോൺ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 1,60,000, 80,000, 2,40,000 ബാലൻസ് ഷീറ്റിലേക്ക് പോയാൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും. കമ്പൈൻഡ് ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. സെക്യൂർഡ് ലോൺ 1,60,000, 80,000, 2,40,000 വരും. ദെൻ ട്രേഡ് ക്രെഡിറ്റേഴ്സ് 1,60,000, 1,20,000, 40,000 കൂടെ ആഡ് ചെയ്തു. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് 80,000, 20,000. സെക്യൂർഡ് ലോൺ എങ്ങനെ വന്നത്, അതുപോലെ തന്നെ ട്രേഡ് ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ് എങ്ങനെ വന്നത് മനസ്സിലായല്ലോ. ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി, രണ്ടും കൂടെ ആഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 1,20,000, 40,000, 1,60,000. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് 1,00,000, 80,000, 20,000. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 1,20,000, 40,000, 1,60,000. ദെൻ സെക്യൂർഡ് ലോൺ. ഓക്കെ, നമ്മൾ ലാബിലിറ്റി സൈഡ് ഓക്കെ. അസറ്റ് സൈഡ് വളരെ ഈസിയാണ്. അസറ്റ് സൈഡ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അസറ്റ് സൈഡിൽ ഏതൊക്കെ വരാം? ഇൻവെസ്റ്റ്മെന്റ് 6,60,000, സോറി ഫിക്സഡ് അസറ്റ്, ഐ തിങ്ക് ഫിക്സഡ് അസറ്റ് 6,60,000, ഫിക്സഡ് അസറ്റ് 6,60,000, ഫിക്സഡ് അസറ്റ് 6,60,000. ഫിക്സഡ് അസറ്റ് എങ്ങനെ വന്നത്? ബാലൻസ് ഷീറ്റ് നോക്കി കമ്പൈൻ ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മാത്രം മതി. ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. 4,00,000 പ്ലസ് 2,60,000, 6,60,000, 6,60,000. ദെൻ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ ആഡ് ചെയ്യുക. 1,60,000, 60,000, 2,20,000. അതെങ്ങനെയാണ് വന്നത് നമുക്കറിയാലോ, വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. 1,60,000 ഇൻവെസ്റ്റ്മെന്റ് 1,60,000, 60,000 കൂടെ കൂടുമ്പോൾ 2,20,000. സ്റ്റോക്കും അതുപോലെ കൂട്ടുക 1,20,000, 60,000, 1,80,000. ദെൻ ഡെപ്റ്റേഴ്സ് 1,60,000, 80,000, 2,40,000. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് 1,20,000, 60,000, 1,80,000. ഓക്കെ, ഇത്രയാണ് നമ്മളവിടെ ആഡ് ചെയ്യേണ്ടതുള്ളത്. അസറ്റ് സൈഡ് കുറച്ചുകൂടി ഈസിയാണ്. അസറ്റ് സൈഡ് അങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് 1,60,000, 60,000, 2,20,000. സ്റ്റോക്ക് 1,20,000, 60,000, 1,80,000. ഡെപ്റ്റേഴ്സ് 2,40,000, 1,60,000, 80,000 കൂടെ കൂട്ടിയപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്ക് 1,20,000, 60,000 കൂട്ടിയപ്പോൾ 1,80,000. ദിസ് വൺ ഈസ് എ ലോങ് പ്രൊസീജിയർ ഇൻവോൾവ് ഇൻ ദിസ്. ചില സാഹചര്യങ്ങളിൽ ജേണൽ എൻട്രികൾ ചോദിക്കാറില്ല. ഡയറക്റ്റ് ആയിട്ട് ജേണൽ എൻട്രികൾ ചോദിക്കാതെ ലെഡ്ജർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യാൻ ചില സാഹചര്യങ്ങൾ വരാറുള്ളത്. ചില സാഹചര്യങ്ങളിൽ ജേണൽ എൻട്രികളും ചോദിക്കാം. എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ജേണൽ എൻട്രി കൂടി എഴുതേണ്ടി വരും ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല എങ്കിൽ, അക്കൗണ്ട്സ് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളൂ എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ട്, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ പ്രധാനപ്പെട്ട അക്കൗണ്ട്സും ട്രാൻസ്ഫറി കമ്പനിയുടെ പ്രധാനപ്പെട്ട അക്കൗണ്ട്സും ജസ്റ്റ് ട്രാൻസ്ഫറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റും മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയോ. ബാലൻസ് ഷീറ്റ് പുതിയ ഫോർമാറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്തോളൂ. വെർട്ടിക്കൽ ഫോമിൽ പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് ഷീറ്റ് പുതിയ വെർട്ടിക്കൽ ഫോമിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ പർച്ചേസ് അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജറിലെ ഒരു പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജറിലെ ഒരു പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും നോക്കുന്നില്ല. ഇപ്പം തന്നെ ഒരുപാട് ലോങ് സെഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. എനിക്കിത് നേരത്തെ അറിയായിരുന്നു, കാരണം ഒരു ലോങ് സെഷനായി മാറും എന്നുള്ള കാര്യം അറിയായിരുന്നു, കാരണം ലെങ്തി പ്രോബ്ലം ആണല്ലോ. അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് മെർജർ വി കംപ്ലീറ്റഡ്. Then amalgamation is in the nature of പർച്ചേസിന്റെ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യണം ഇനി ചെയ്യണം. പർച്ചേസിന്റെ പ്രോബ്ലം ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം, പാർട്ട് 8 നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പല ഫ്രണ്ട്സും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാനേജ്മെന്റ് സയൻസിന്റെ വീഡിയോ ഇടുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒരു എന്താ പറയുക, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇടാന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിന്നിരുന്നത്. എനിക്ക് ഇടാൻ വേണ്ടി, അതായത് മാനേജ്മെന്റ് സയൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല, കാരണം എനിക്ക് അറിയുന്ന ഒരു സബ്ജക്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ അത് എന്താ പറയുക, സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ടൈം ഈസ് എ ബിഗസ്റ്റ് പ്രോബ്ലം. ബിക്കോസ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനെ ഇനി നമുക്ക് നോക്കാനുള്ളത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിന്റെ ഒരു പ്രോബ്ലം നോക്കാനുണ്ട്. ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൂടെ എനിക്ക് നിങ്ങൾക്ക് എടുത്തു തരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൂടെ എടുക്കണം, അതിന്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതിന്റെ ഇടയിൽ മാനേജ്മെന്റ് സയൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും നോക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ഗ്യാരണ്ടി ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഞാൻ മാക്സിമം നോക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് കോച്ചിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് കോച്ചിങ്ങിന് കൂടെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിങ്ങൾ PG കഴിയുന്നതിന് മുമ്പായിട്ട് നെറ്റ് കോച്ചിങ്ങിനോട് ചേരുകയാണെങ്കിൽ എൻ്റെ നെറ്റ് കോച്ചിങ് ഉണ്ട്, ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് നെറ്റ് കോച്ചിങ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലോങ് സെഷനാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.
ഒരു ബിഗ് സെഷൻ വി ഹാവ് കംപ്ലീറ്റഡ്. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. പാർട്ട് 8-ൽ അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിലെ ഒരു പ്രോബ്ലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലെങ്തി പ്രോബ്ലം തന്നെയാണ്, ഇതുപോലെ തന്നെ ലെങ്തി പ്രോബ്ലം ആണ് അവിടെയും വരിക. എവരിവെയർ ഇനി അമാൽഗമേഷനിലാണ് കുറച്ച് ലെങ്തി പ്രോബ്ലം വരിക. ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അത്ര ലെങ്തി അല്ല. അമാൽഗമേഷൻ ഈസ് എ ലെങ്തി വൺ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും അമാൽഗമേഷനിലുള്ളത്. ഒരു ലോജിക്കാണ്, പ്രധാനമായിട്ടും ഒരു ലോജിക്കാണ്. കുറച്ച് ജേണൽ അറിയാനുണ്ട്, ബാക്കിയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ലോജിക്കാണ്. ലോജിക്കലി ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് അമാൽഗമേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എങ്കിൽ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കുറച്ചുകൂടെ ഷോർട്ടാണ്. അത് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പ്രോബ്ലംസ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ലോങ് സെഷൻ കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പാർട്ട് 8 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പാർട്ട് 8-നായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെറ്റ് കോച്ചിങ്ങിന് താല്പര്യമുള്ളവർ എൻ്റെ നെറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുക. താങ്ക് യു ഫോർ വാച്ചിങ്.